മനുഷ്യർ മരണാനന്തരം ദൈവക്കരുവായി മാറിയ തെയ്യങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന തെയ്യമാണ് പുലിച്ചാമുണ്ടിയും. തുളുനാട്ടിലെ കാസർഗോഡ് ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിലും ആരാധിച്ചു വരുന്ന തെയ്യമാണ് പുലിച്ചാമുണ്ടി. കാവുകളിൽ മുഖ്യ ദേവതയുടെ ഉപദേവതയായാണ് പുലിച്ചാമുണ്ടിയുടെ സ്ഥാനം ഉണ്ടാവാറുള്ളത്. തുളുവങ്കം തറവാട്ടിലെ തറവാട്ടമ്മയ്ക്ക് കുട്ടികളില്ലാത്തതിനാൽ അവർ നിരന്തരം പാർവതി പൂജ ചെയ്തു വന്നു. അങ്ങനെ നീണ്ട നാളുകളുടെ പ്രാർത്ഥനയ്ക്കൊടുവിൽ ആ അമ്മയ്ക്ക് 4 ആൺമക്കൾ പിറന്നു. പിന്നീട് 4 ആൺമക്കൾക്കും പൊന്നോമനയായി ഒരു കുഞ്ഞു പെങ്ങളും പിറന്നു. അവർ അവൾക്ക് മാധു എന്ന് പേരിട്ടു. തറവാട്ടിലെ ആകെയുള്ള പെൺകുടിയെ അവർ ഓമനിച്ചു വളർത്തി. പ്രായമായപ്പോൾ കല്യാണം നടത്തി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് ഒരു കുഞ്ഞുണ്ടായില്ല. ഇതിൽ ദുഃഖിതരായ 4 ആങ്ങളമാരും തപസ്സിരുന്നു. അതിന് ഫലമുണ്ടായി. അവൾ ഗർഭിണിയായി. എന്നാൽ ഗർഭവതിയായ അവളെ നോക്കി വൈദ്യർ അശുഭം സംഭവിക്കുമെന്ന് പ്രവചിച്ചു. അതിൽ ദുഃഖിതരായ 4 ആങ്ങളമാർ രാപ്പകലില്ലാതെ അവൾക്ക് കാവലിരുന്നു. പൂരം നോറ്റു കുടിക്കാൻ കൊതിച്ച് അവൾ മുടിയിൽ തേക്കാൻ താടി ഒടിക്കാൻ പറമ്പിൽ ചെന്ന് കയറിയതായിരുന്നു. ആ ഒരു നിമിഷം തന്നെ ഒരു പുലി ചാടി വീണ് അവളെ കടിച്ചു വലിച്ചു കൊണ്ടുപോയി. പൊടുന്നനവേ അവരുടെ പാതി ശരീരം കടിച്ചു നിൽക്കുന്ന പുലിയെ അവരുടെ കണ്ണിൽപ്പെട്ടു. സങ്കടവും ദേഷ്യവും സഹിക്കവയ്യാതെ അവർ ആ പുലിയെ അമ്പെയ്ത് കൊന്നു. അങ്ങനെ പെങ്ങളുടെ പാതി ശരീരത്തിനരികിൽ പുലിയും ചത്തു വീണു. പെങ്ങളുടെ വിയോഗമോർത്ത് കരയുന്ന 4 ആങ്ങളമാർക്കും മുമ്പിൽ പൊടുന്നനവേ മാധു ഒരു ദിവ്യ ദേവീ രൂപം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. പുലിരൂപം കൊണ്ട് ചാമുണ്ടിയാണ് തന്നെ കൈയിട്ടിരിക്കുന്നതെന്നും അതിനാൽ ഇനി പുലിച്ചാമുണ്ടി എന്ന് ഞാൻ അറിയപ്പെടുമെന്നും അവർ മൊഴിഞ്ഞു. തുളുവങ്കം തറവാട്ടിലെ മാധു അങ്ങനെ മരണാനന്തരം പുലിച്ചാമുണ്ടിയായി ദൈവക്കരുവായി മാറുകയും തുളുദേശത്തും സമീപ പ്രദേശത്തും പിന്നീട് പുലിച്ചാമുണ്ടിയെ തെയ്യമായി കെട്ടിയാടിക്കാൻ തുടങ്ങുകയും ചെയ്തു. ചെറുവൻ, പറവർ തുടങ്ങിയ വിഭാഗത്തിലുള്ളവരാണ് ഈ തെയ്യത്തെ കെട്ടിയാടാറുള്ളത്. കാഴ്ചയിൽ വിഷ്ണുമൂർത്തിക്ക് സമാനമായ രൂപഭാവങ്ങളാണെങ്കിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഈ തെയ്യം വേറിട്ട് നിൽക്കുന്നു.